നമസ്കാരം. അഡ്വക്കേറ്റ് പ്രശാന്ത് പി കുറുപ്പ്. സാറേ, സുപ്രീം കോടതിയിൽ നിന്നൊരു സുപ്രധാനമായ ഒരു നിർണായകമായ വിധി വന്നിരിക്കുകയാണ്. നമ്മുടെ ആൻ്റണി രാജു MLA-ക്കെതിരെയാണ് ആ വിധി. അദ്ദേഹം ഒരു കേസിൽ പ്രതിയായിരുന്നു. ഒരു വിദേശ പൗരൻ മയക്കുമരുന്ന് കടത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ ജെട്ടിയുടെ എലാസ്റ്റിക്കിനുള്ളിൽ വെച്ചത് കടത്തിയെന്നാണ് കേസ്. അത് കോടതിയിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ തൊണ്ടി മുതൽ മാറ്റി. ബെഞ്ച് ക്ലർക്കുമായിട്ട് ചേർന്ന് പ്രതിഭാഗം വക്കീലായ ആൻ്റണി രാജു അത് മാറ്റി എന്നാണ് കേസ്. ഈ കേസിൽ വിചാരണ നേരിടണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. എന്താണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, ഒന്ന് വിവരിക്കാമോ? നമ്മൾ ജട്ടി കേസ് എന്ന ഹാസ്യരൂപേണ പറയുന്ന വിദേശ പൗരന്റെ അടിവസ്ത്രം വലിപ്പം കുറച്ച് കോടതിയിൽ ബെഞ്ച് ക്ലർക്കിന്റെ സഹായത്തോടെ തൊണ്ടി മാറ്റിയ കേസ്. പല ആംഗിളിൽ ഇതിനെ, പല തരത്തിൽ ഇതിനെ പറയാം. പക്ഷെ എങ്കിലും ആ കോടതിയിൽ ഹാജരാക്കപ്പെട്ട തൊണ്ടിക്ക് പകരം ആ വിദേശ പൗരന്റെ അടിവസ്ത്രത്തിന്റെ അളവിൽ വ്യത്യാസമായിട്ട് അത്രയും വിദേശ പൗരന് ധരിക്കാൻ പറ്റാത്ത ഒരു അടിവസ്ത്രം തൊണ്ടിയായി ഹാജരാക്കിക്കൊണ്ട്, തൊണ്ടി മാറ്റിക്കൊണ്ട് ആന്റണി രാജുവിനെ പ്രതി സ്ഥാനത്തുള്ള ഒരു കേസാണിത്. ഇതിനകത്തിൽ ഏറ്റവും പ്രത്യേകത 2006 മുതൽ ഏതാണ്ട് 16 വർഷക്കാലം, ആദ്യം ഇത് വഞ്ചൂർ കോടതിയിലായിരുന്നു 8 വർഷക്കാലം. അത് കഴിഞ്ഞ് വഞ്ചൂർ കോടതിയിൽ നിന്ന് നെടുമങ്ങാട് കോടതിയിലോട്ട് മാറ്റി. പക്ഷേ 16 വർഷക്കാലം സാധാരണ കോടതി നടപടികളിൽ ഒരു 10ഓ 15ഓ തവണ വാറണ്ട് അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നടപടികളിലേക്ക് കിടക്കും. പക്ഷെ ഇതിനകത്തില് 20 തവണയോളം കോടതി സമൻസും വാറണ്ടുമായി അയച്ചിട്ടും ഇതിന്റെ വിചാരണ ഒരു തരത്തിലും മുന്നോട്ട് പോകാതെ ഇതിനെ ഒരു എന്താ പറയുന്ന ഈ ഒരു വൈകി വിചാരണ ഒരു കാരണവശാലും മുന്നോട്ട് പോകാതെ ഇത് ആളുകളുടെ ജനശ്രദ്ധയിൽ നിന്ന് മാറുകയും ഇതിനകത്തിൽ ബന്ധപ്പെട്ട ചാർജ് ഷീറ്റ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഈ കേസിന്റെ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു സിസ്റ്റമിക് കറപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സിസ്റ്റമിക് കറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടുക്കൽ വാങ്ങൽ. അതായത് പിന്നെ കോടതിയിലെ ഒരു ബെഞ്ച് ക്ലർക്കാണ് അതിനകത്തിൽ 1ാം പ്രതി, കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഭിഭാഷകനാണ് 2ാം പ്രതി. അപ്പൊ അതിനെ നമുക്ക് അഴിമതി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കൊടുക്കൽ വാങ്ങൽ, സിസ്റ്റമിക് കറപ്ഷൻ എന്നായുള്ള വേർഡായിരിക്കും അതിനകത്തിൽ കറക്റ്റായി അതിന് പറയാൻ പറ്റുന്നത്. പക്ഷേ കേരളത്തിലെ ഒരു പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകൻ, എനിക്ക് തോന്നുന്നു മലയാള മനോരമയിൽ ഉണ്ടായിരുന്ന അനിൽ ഇമ്മാനുവൽ എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ആ അനിൽ ഇമ്മാനുവൽ അദ്ദേഹം ആ കേസിന്റെ നാൾവഴികൾ തേടി പോവുകയും ഈ കേസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി വളരെ കൗതുകത്തോടെ ആ കേസുകളുടെ പുറകെ പോയി A ഡയറി B ഡയറി അടക്കമുള്ള എല്ലാ പ്രൊസീജിയറും കോടതിയിൽ നിന്ന്, നെടുമങ്ങാട് കോടതിയിൽ നിന്നും വഞ്ചൂർ കോടതിയിൽ നിന്നും മനസ്സിലാക്കുകയും അപ്പോഴാണ് അതിനകത്ത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായത്. അപ്പൊ അത് മലയാള മനോരമയിൽ അന്ന് അയാൾ ജോലി ചെയ്തിരുന്ന മലയാള മനോരമ ചാനലിന് വേണ്ടി അതൊരു നല്ല സ്റ്റോറിയായി. അതായത് അന്ന് ആ ചാനൽ അത് സ്റ്റോറി മനോരമ ഏറി ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് ആന്റണി രാജു മന്ത്രിയാണ്. കാരണം ആന്റണി രാജു ഇതിനകത്തിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ഈ കേസിനെ ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനും നടത്തിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളെയും തുറന്നു കാണിക്കുന്ന ഒരിതായിരുന്നു. പക്ഷെ അത് മലയാള മനോരമ ഇനി ആന്റണി രാജുവിനുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണോ, അതോ ആന്റണി രാജുവിനോടുള്ള പ്രത്യേക കരുതൽ കൊണ്ടാണോ, അതോ ഇനിയും മറ്റെന്തെങ്കിലും കാരണത്താലാണോ, പക്ഷെ ഒരു കാരണവശാലും ഏതാണ്ട് 10 ദിവസത്തോളം മനോരമയുടെ പിന്നെ ഡെസ്കിലിരുന്ന ഈ വാർത്ത 10 ദിവസത്തോളം വെളിച്ചം കാണാതിരിക്കുകയും ഇതിൽ വളരെ നിരാശ പൂണ്ട അനിൽ ഇമ്മാനുവൽ അവസാനം അദ്ദേഹം മാനേജ്മെന്റുമായിട്ടൊരു കലഹം ഇതിനെ തുടർന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോവുകയും അപ്പോഴേക്കും അപ്പോഴത്തേക്കും ഈ വാർത്ത തേടി അനിൽ ഇമ്മാനുവൽ പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അന്നത്തെ DGP സെൻകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അറിയുകയും അപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായി. പക്ഷെ അവസാനം മലയാള മനോരമ ഈ വാർത്ത ടെലികാസ്റ്റ് എയർ ചെയ്യാതിരിക്കുകയും ഈ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴി ഇദ്ദേഹം ഇത് പുറം ലോകത്തെ അറിയിക്കുകയുമായിരുന്നു. അപ്പൊ നമുക്ക് വേറൊരു ആംഗിളിലും ഈ കേസിനെ പറ്റി പറയാം. കാരണം സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും എത്തിയ
ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കേസ് എന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഓ ഓ ഓ അത്തരത്തിലുള്ള മാനം കൂടി ഈ കേസിനുണ്ട്. അത് ആ കഴിഞ്ഞ് ആ ഇത് അന്ന് ഫേസ്ബുക്ക് അനിൽ ഇമ്മാനുവലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് ഈ വാർത്ത വലിയ വാർത്താ പ്രാധാന്യം നേടുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ മലയാള മനോരമ അടക്കം ഈ വാർത്ത പിന്നീട് ടെലികാസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവുകയും മറ്റു മാധ്യമങ്ങൾ ഇത് നിർബന്ധിതരായി. ഏറ്റെടുക്കുകയും നിർബന്ധിതരായി. മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ഇതൊരു വലിയ വാർത്തയായി മാറി. അപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഒരു പരിധിവരെ ആന്റണി രാജുവിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അവസാനം പിന്നെ ആന്റണി രാജു അങ്ങനെയാണല്ലോ. ഇതിനകത്തിലെ ചില പ്രൊസീജിയറൽ ലാബ്സ് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എത്തുകയും കേരള ഹൈക്കോടതി ഈ കേസിനകത്തിൽ ആന്റണി രാജുവിന് അനുകൂലമായ ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സുപ്രീം കോടതിയിൽ എത്തുന്നത്. സുപ്രീം കോടതിയിൽ എത്തിയ സമയത്ത് നമ്മുടെ അന്ന് സുപ്രീം കോടതിയിൽ ഈ കേസ് കേൾക്കേണ്ടിയിരുന്ന CT രവികുമാർ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി CT രവികുമാർ സാർ അടക്കമുള്ളവര് ഈ അദ്ദേഹം ഓപ്പൺ കോടതി വെച്ച് തന്നെ പറഞ്ഞു, അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം മാത്രമേ ചിലപ്പോൾ ഈ കേസ് എടുക്കാൻ സാധ്യതയുള്ളൂ. കാരണം അതിനകത്തിൽ ഈ ആന്റണി രാജുവിന്റെ ഭാഗത്തു നിന്നും ലാഗ് ചെയ്ത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഓപ്പൺ കോടതി പോലും ആന്റണി രാജുവിനെതിരെ പറയുകയും ഇന്ന് ഈ കേസിൽ ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവം സംഭവിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലെ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേരളത്തിലെ പ്രതിപക്ഷമോ ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ പ്രതിപക്ഷമോ മറ്റ് സംഘടനകളോ ഒന്നും ഏറ്റെടുത്തതായി കാണുന്നില്ല. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അത് ഏറ്റെടുത്തേക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഇത് ആന്റണി രാജുവിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കനത്ത പ്രഹരമാണ്. ആന്റണി രാജു ഏതാണ്ട് 16 വർഷക്കാലം നെടുമങ്ങാട് കോടതിയിലും വഞ്ചൂർ കോടതിയിലുമായി വിചാരണ നീട്ടിക്കൊണ്ടുപോയി ആ കേസ് തന്നെ ഒരു കേസ് തന്നെ പൂഴ്ത്തിവെക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഈ കേസിനകത്ത് വിചാരണ 1 വർഷം പൂർത്തിയാക്കണമെന്നും ഈ കേസിനകത്തിൽ ആ കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം വെച്ചുകൊണ്ട് തന്നെ വിചാരണ പൂർത്തിയാക്കണമെന്നുമുള്ള വിധി തീർച്ചയായിട്ടും ആന്റണി രാജുവിന് ദോഷകരമാണ്. പിന്നെ ആന്റണി രാജു ആദ്യഘട്ടത്തിൽ ഈ കേസിനകത്തിൽ ഇടപെടുകയും ഈ കേസിനകത്തിൽ 8 വർഷക്കാലം നെടുമങ്ങാട് കോടതിയിൽ വഞ്ചൂർ കോടതിയിൽ കിടക്കുകയും അത് കഴിഞ്ഞ് 8 വർഷക്കാലം നെടുമങ്ങാട് കോടതിയിൽ ഈ കേസ് കിടക്കുകയും ചെയ്തപ്പോൾ തന്നെ ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സാക്ഷികളാണ് ഈ കേസിൽ മരണമടഞ്ഞത്. ഈ 3 സാക്ഷികൾ മരണമടഞ്ഞു. ഏതാണ്ട് 1-2 സാക്ഷികൾ മാത്രമേ ഇനിയും ഇതിനകത്ത് ക്രൂഷ്യൽ വിറ്റ്നസ് ആയിട്ടുള്ളൂ. അപ്പൊ അവരുടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് തന്നെ ഒരിക്കലും പുനരുജ്ജീവിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ കേസിന് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തിൽ യാഥാർത്ഥ്യം. പിന്നെ ഇത് ആന്റണി രാജുവിന് ഏറ്റ കനത്ത പ്രഹരത്തെ പോലെ മലയാള മനോരമയ്ക്കും കിട്ടുന്ന ഒരു കനത്ത പ്രഹരമാണ്. കാരണം മലയാള മനോരമ, നമ്മളൊക്കെ മലയാള മനോരമ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? ഏറ്റവും ആധികാരികമായ വാർത്തകൾ, സത്യസന്ധമായ വാർത്തകൾ, ഏറ്റവും കൂടുതൽ കേരളത്തിലെ മലയാളികൾ വായിക്കുന്ന ഭാഷാ ദിനപത്രം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി ഉള്ള വാർത്തകൾ വരുന്ന ഒരു ഭാഷാ ദിനപത്രം എന്ന് പറയുന്ന മലയാള മനോരമ, ചിലർ മുത്തശ്ശി പത്രം എന്നൊക്കെ പറയുമെങ്കിൽ പോലും നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മുടെ സാധാരണ ആളുകളുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ മലയാള മനോരമയ്ക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. പക്ഷെ ഇത് മനോരമയ്ക്കൂടെ കിട്ടുന്ന ഒരു കനത്ത തിരിച്ചടിയാണ്. കാരണം മലയാള മനോരമയുടെ ഒരു മിടുക്കനായ, ആദ്യകാലത്ത് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന, തുടർന്ന് മലയാള മനോരമയിൽ വർഷങ്ങളോളം വിയർപ്പൊഴുക്കിയ, മനോരമയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ അനിൽ ഇമ്മാനുവലിനെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഈ വാർത്ത അദ്ദേഹം കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് ടെലിഫോൺ ബന്ധം, അദ്ദേഹത്തിന് ടെലിഫോൺ കണക്ഷൻ പോലും കട്ട് ചെയ്തു മനോരമ. അപ്പം അദ്ദേഹത്തിന് അതിനുശേഷം ഒരു കനത്ത മാനസിക പ്രഹരം തന്നെ മനോരമയുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹത്തോട് ഒരുപാട് ദ്രോഹകരമായ കാര്യങ്ങൾ മനോരമ മാനേജ്മെന്റ് ചെയ്തു എന്നാണ് അണിയറയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ. അത് മലയാള മനോരമയ്ക്ക് കിട്ടിയ ഒരു വലിയ കനത്ത പ്രഹരം കൂടിയാണ് ഈ വിധി. പക്ഷെ അത് നമ്മൾ ആന്റണി രാജുവിന് മാത്രമായി കാണരുത്. ഇതിന്റെ ഈ വിധിയുടെ പ്രഹരം മലയാള മനോരമയ്ക്കും ആന്റണി രാജുവിനും തുല്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സാർ, ഈ കേസിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ, അതായത് ഈ നേരത്തെ പറഞ്ഞ വിദേശ പൗരനും അദ്ദേഹത്തിൻ്റെ ജട്ടി മാറ്റിയതുമായ സംഭവങ്ങളുണ്ടല്ലോ, കുറച്ച് വിശദാംശങ്ങൾ ഒന്ന് പറയാമോ? അത് ഇനിയിപ്പോൾ ഈ വിചാരണ വരുമ്പോൾ സാറ് പറഞ്ഞു 3 സാക്ഷികൾ മരിച്ചുപോയി, 3 സാക്ഷികളെ ഇനി ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതെങ്ങനെയായിരിക്കും കേസിനെ ബാധിക്കുക? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഈ കേസിൽ
യഥാർത്ഥത്തിൽ ഈ കേസിനെ ആന്റണി രാജു ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഈ കേസ് 8 വർഷക്കാലം 2 കോടതികളിലായി ഈ കേസിനെ 8 പൂട്ടിവെക്കാൻ 16 വർഷം. 16 വർഷക്കാലം. എനിക്ക് അത് കഴിഞ്ഞ് 2022 തോന്നുന്നു, 2022 തോന്നുന്നു ഇത് പിന്നെ മനോരമയിൽ നിന്നും പുറത്തായ അനിൽ ഇമ്മാനുവൽ ഫേസ്ബുക്ക് വഴി അത് പുറത്തുവിടുന്നതും, അത് കഴിഞ്ഞ് ഇതൊരു വലിയ വാർത്ത 2022 ജൂലൈ 17 എൻ്റെ ഓർമ്മ. ജൂലൈ 17 അപ്പൊ അത്രയും നാള് പൂഴ്ത്തിവെക്കപ്പെട്ട ഈ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ കേരളത്തിന്റെ നിയമവൃത്തങ്ങളിൽ ഞെട്ടലുണ്ടാക്കുന്ന, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കേസാണിത്. ഇത്രയും വർഷക്കാലം നീട്ടിക്കൊണ്ടുപോയത് തന്നെ അദ്ദേഹത്തിന് വിചാരണ നേരിട്ടാൽ അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്രയും കാലം വിചാരണ നീട്ടിക്കൊണ്ടുപോയത്. തീർച്ചയായിട്ടും ഈ വിദേശ പൗരന്റെ അടിവസ്ത്രത്തിൽ കോടതിയുടെ ബെഞ്ച് ക്ലർക്കിന്റെ സഹായത്തോടെ ആ തൊണ്ടി മുതൽ മാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു കറപ്ഷൻ. അത് ആന്റണി രാജു ചെയ്തോ ഇല്ലയോ എന്നൊന്നും പറയാൻ നമ്മൾ ആളുകളല്ല, കാരണം അത് കേസിനെ ദൂരെ നിന്ന്. പക്ഷെ ഈ കേസിൽ നിലവിലുള്ള സാഹചര്യം, നിലവിലുള്ള തെളിവുകൾ, നിലവിലുള്ള സാക്ഷിമൊഴികൾ ഒക്കെ തന്നെ ആന്റണി രാജുവിന് ഭാവിയെ തുലാസിൽ നിർത്തുന്നതാണ് എന്നുള്ളതിൽ അത് പരിശോധിച്ചിട്ടുള്ളവർക്കെല്ലാം വ്യക്തമാവും. സാർ, ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ ഇത് ബെഞ്ച് ക്ലർക്കിൻ്റെ മാത്രം കുറ്റമാണ്, ഞാനിതിൽ നിരപരാധിയാണ്, എനിക്ക് ഒരു മനസ്സറിവുമില്ല, ഞാൻ പ്രതിഭാഗം വക്കീലായിരുന്നു, ശരിയാണ്, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു വാദവുമായിട്ട് ആന്റണി രാജു രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ചും ആ ഇലക്ഷൻ കാലയളവിൽ സാറിന് അറിയാമല്ലോ, ഈ അനിലിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു വിശദീകരണമായിട്ട് വന്നിരുന്നു. വാസ്തവത്തിൽ ഈ ബെഞ്ച് ക്ലർക്ക് മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ എത്ര എളുപ്പത്തിൽ തൊണ്ടി മുതലൊക്കെ മാറ്റാൻ പറ്റുമോ? എന്താണ് അങ്ങേക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഈ കേസിൽ ബെഞ്ച് ക്ലർക്കിന്റെ പുറത്ത് മാത്രം, ബെഞ്ച് ക്ലർക്കിന്റെ തലയിൽ വെച്ചുകൊണ്ട് കേസിൽ നിന്ന് ഊരാൻ ശ്രമം നടന്നു. മറ്റൊരു അഭിഭാഷകന്റെ, കുറച്ചുകൂടി സീനിയറായ ഒരു അഭിഭാഷകന്റെ തലയിൽ വെച്ച് കൂരാനുള്ള ശ്രമങ്ങൾ നടന്നു. ഈ കേസിൽ പലരുടെയും തലയിൽ വെച്ച് കെട്ടി ഊരാനും ഒക്കെ ഈ കേസിലെ തന്നെ പ്രതി ആയിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ അറിയാമല്ലോ, ഒരു കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ, LD ക്ലർക്കായിട്ട് കയറുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ബെഞ്ച് ക്ലർക്ക് ആവുന്നത്. ഒരു ബെഞ്ച് ക്ലർക്കിനൊന്നും ഒരു അടിവസ്ത്രം അല്ലെങ്കിൽ ഒരു കേസിന്റെ പ്രധാനപ്പെട്ട തൊണ്ടി, അത് മയക്കുമരുന്ന് പോലെയുള്ള ഒരു കേസിൽ ആ തൊണ്ടി മാറ്റി പകരം ഒരു തൊണ്ടി വെക്കാനുള്ള ധൈര്യമൊന്നും സാധാരണഗതിയിൽ ഉള്ള ബെഞ്ച് ക്ലർക്കുമാരൊന്നും കാണിക്കില്ല. പിന്നെ ഈ കേസിനകത്തിൽ ഈ വിദേശ പൗരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തിൽ അഭിഭാഷകന്റെ സഹായത്തോടെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു വെളിപ്പെടുത്തലും പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ ആന്റണി രാജുവിന് ഇനിയുള്ള വരും ദിവസങ്ങൾ നിർണായകമാണ്. ആന്റണി രാജുവിന്റെ MLA സ്ഥാനം പോലും ഒരു പരിധിവരെ തുലാസിലാണ്, ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ കേരളത്തിൽ ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എങ്ങനെ എടുക്കുന്നു, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഇത് സുപ്രീം കോടതിയിൽ നിന്ന് ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയ സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഇതിനകത്തിൽ ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ സ്വയം രാജിവെച്ച് ഒക്കെ ഉള്ള ഒരു മാതൃക വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. കാരണം ഒരു ട്രയൽ നേരിടാൻ പോകുന്ന ഒരു പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ ഒരു രാഷ്ട്രീയ ധാർമ്മികത ഇപ്പോഴത്തെ എത്ര രാഷ്ട്രീയക്കാർ കാണിക്കുന്നു എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. പക്ഷെ നിയമപരമായി നോക്കുമ്പോൾ ഈ കേസിനകത്ത് വളരെ വളരെ കൗതുകത്തോടെ മാത്രമേ ഈ കേസിനെ കാണാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം എൻ്റെ MLA ആണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ താമസക്കാരനാണ്. അപ്പോൾ മുമ്പ് ഈ കേസ് വന്നപ്പോഴൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ സാർ, ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ, ഇപ്പോൾ ആന്റണി രാജുവിൻ്റെ പാർട്ടിയിൽ നിന്ന് ആന്റണി രാജു മാത്രമാണ് ഒരു MLA എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ ചാക്കിടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലെ NCP പിളർന്ന് രണ്ടായല്ലോ, അതിലെ അജിത് പവാർ വിഭാഗം ശ്രമിച്ചു, വലിയ തുകയൊക്കെ ഓഫർ ചെയ്തു. വലിയ തുകയാണ് പറഞ്ഞത്, കേട്ടാൽ ഞെട്ടിപ്പോവും.
എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില ഇതൊക്കെ വന്നിരുന്നു. ഇതെല്ലാം ഈ കേസ് അങ്ങേക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനങ്ങൾ കൂടി അറിയാൻ സാധിക്കുമല്ലോ. ഈ കേസ് ഈ പ്രത്യേകിച്ച് ഇങ്ങനൊരു വിധി തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും എന്ന് ആന്റണി രാജു കരുതിയിരുന്നു. അതിനെ മറികടക്കാനാണോ അദ്ദേഹം ഈ ഇങ്ങനത്തെ നീക്കങ്ങളൊക്കെ നടത്തിയത്? അങ്ങേക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം ഒരു കൗശലക്കാരായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഒരിക്കലും സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല. ശരത് പവാറിന് അല്ലെ അജിത് പവാറിന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യവുമില്ല. കേരളത്തിൽ നിന്ന് ഒരു MLA-യോ 2, 3, 4 MLA-മാരോ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കിട്ടിക്കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വരും ദിവസങ്ങളിൽ അല്ലെ വരും ദിവസങ്ങളിൽ ഈ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് അടക്കം തിരിച്ചടി നേരിട്ടാൽ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയോ അല്ലെങ്കിൽ താൻ വലിയ മതേതരവാദിയാണ്, താൻ വലിയ ഇടതുപക്ഷ മുന്നണിയോട് എന്നും കൂറും വിശ്വാസവും സഹയാത്രികനാണല്ലോ ഇപ്പൊ തന്നെ. അപ്പം ഇടതുപക്ഷ മുന്നണിയോട് എന്നും കൂറും വിശ്വാസവും സ്നേഹവും ആത്മാവും എല്ലാം അർപ്പിക്കപ്പെട്ട ഒരാളാണ്. ഈ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോഴും മുന്നണി സംവിധാനം എന്നോടൊപ്പം നിൽക്കണമെന്നുള്ള ഒരു 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 മെസ്സേജ് കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. കാരണം ഇത് നോക്കൂ, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്തിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനോ ചാർജ് ഷീറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥനോ സാക്ഷികളെ കണ്ട് ചോദിച്ച ഉദ്യോഗസ്ഥനോ ഒന്നും ഈ കേസ് പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ പറ്റി യാതൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല, പിടിയുമില്ല. ഈ മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്ന ഈ അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഈ കേസിന്റെ പുറകെ പോയി അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഇത് പുറത്ത് കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഒരു തരത്തിലും ഈ കേസ് പുറം ലോകം അറിയില്ലായിരുന്നു. ആന്റണി രാജുവിന് ഹൈക്കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ആന്റണി രാജുവിന് സുപ്രീം കോടതിയിലും പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അനിലിന്റെ പ്രയത്നം വിജയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി വന്നിരിക്കുന്നു. ഇനി ഇതിന് മേളിൽ വേറൊരു അപ്പീലില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിചാരണ നേരിടേണ്ടി വരും. ഈ വിചാരണയിൽ ഇദ്ദേഹം ഇതുപോലെയുള്ള എല്ലാ ഗിമിക്കുകളും പുറത്തിറക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിചാരണ അട്ടിമറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് അറിയാമല്ലോ ഇതിനകത്ത് എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. വിചാരണ നടന്ന് ഇനി ഏത് കാലത്ത് വിചാരണ പൂർത്തിയാകും എന്ന ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരാൻ പോകുന്ന ദിവസങ്ങളിൽ വിചാരണ എങ്ങനെ മുന്നോട്ട് പോകുന്നു, ആന്റണി രാജു കുറ്റവാളിയാണോ അല്ലയോ എന്ന് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ. നമുക്ക് അതിനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.